നമസ്കാരം. നമ്മൾ മലയാളികൾ അല്പജ്ഞാനികളാണ്, നമ്മൾ അല്പന്മാരുമാണ്. നമുക്ക് നമ്മുടെ ചരിത്ര പുരുഷന്മാരെ കുറിച്ച് പോലും ധാരണയൊന്നുമില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരിച്ച് ജയിലിലാവുകയും ചെയ്ത എത്ര മലയാളികളുണ്ട് എന്ന് ഈ തലമുറയിൽപ്പെട്ട എത്ര പേർക്കറിയാം? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 3/4 നൂറ്റാണ്ട് മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. നമ്മുടെയൊക്കെ കാരണവന്മാർ സ്വാതന്ത്ര്യ സമരകാലത്ത് ജീവിച്ചിരുന്നവരാണ്. അതായത് വർത്തമാനകാല ചരിത്രമാണ്. അതുപോട്ടെ, ശ്രീശങ്കരൻ മലയാളിയാണെന്ന് അറിയാത്തവരാണ് പല മലയാളികളും. ഇന്ത്യയിലെ ഹൈന്ദവ സംസ്കാരത്തെയും ഹിന്ദു മതത്തെയും നവീകരിച്ച് പുനരുദ്ധരിച്ച മഹാനായിരുന്നു ശ്രീശങ്കരൻ എന്ന് എത്ര പേർക്കറിയാം? ശ്രീശങ്കരൻ ജീവിച്ചിരുന്നത് ഏത് കാലഘട്ടത്തിലായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? അത്രയും അല്പജ്ഞാനികളാണ് മലയാളികൾ. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ജനിച്ച് ജീവിച്ച് ഏതാണ്ട് 51 വയസ്സുള്ളപ്പോൾ മരിച്ച ഒരാളുടെ 100ാമത്തെ വാർഷികം നമ്മൾ നല്ല തെളിമയോടെ ആചരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മരിച്ചു മണ്ണടിഞ്ഞിട്ട് 100 വർഷമായും മലയാളി കൃത്യമായി ഓർത്തിരിക്കുന്ന അപൂർവ മനുഷ്യരിൽ ഒരാളാണ് കുമാരനാശാൻ. അതെ, കുമാരനാശാൻ മരിച്ചിട്ട് ഇന്ന് 100 വർഷം തികയുകയാണ്. ഇന്നേക്ക് 100 വർഷം മുൻപാണ് കുമാരനാശാൻ മരിച്ചത്. ആരായിരുന്നു ഈ കുമാരനാശാൻ? ചിലർക്ക് അദ്ദേഹം വെറുമൊരു കവിയാണ്, മറ്റു ചിലർക്ക് മലയാള കവിതയെ കാൽപ്പനിക ലോകത്തേക്കും യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്കും വഴിതിരിച്ചു വിട്ട മലയാള കവിതയുടെ രീതി തന്നെ മാറ്റി എഴുതിയ ഒരു മഹാനായ കവിയാണ്. വേറെ ചിലർക്ക് അദ്ദേഹം ഒരു സമുദായ പ്രവർത്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമാണ്. വേറെ ചിലർക്ക് സന്യാസവര്യനാണ്. അങ്ങനെ പോകുന്നു കുമാരനാശാന്റെ വിശേഷണങ്ങൾ. വാസ്തവത്തിൽ ഇതെല്ലാമായിരുന്നു കുമാരനാശാൻ. 1873 ചെറിയൻകീഴിലെ കായിക്കര ഗ്രാമത്തിൽ ജനിച്ച കുമാരനാശാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം നമ്മൾ ഓർക്കുന്നത് തോന്നയ്ക്കലാണ്. ആ തോന്നയ്ക്കലാണ് ഇപ്പോൾ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നതും അവിടെയാണ് സായിഗ്രാം സ്ഥിതി ചെയ്യുന്നതും. 18 ഏക്കർ സ്ഥലമായിരുന്നു അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടഭൂമി. അക്കാലത്ത് ഈഴവ സമുദായത്തിൽ ജനിക്കുന്നവർക്ക് വലിയ തോതിൽ ജാതി വിവേചനം നേരിട്ടിരുന്നു. എന്നാൽ തിരുവിതാംകൂറിൽ ഈഴവ പ്രമാണിമാർ ഏറെ ഉണ്ടായിരുന്നു. പണവും പരിവാരങ്ങളുമൊക്കെ അവർക്ക് ധാരാളം ഉണ്ടായിരുന്നു. എന്നിട്ടും ജാതിയുടെ പേരിൽ അവർ വിവേചനത്തിന് ഇരയായി. അക്കാലത്ത് അടിസ്ഥാന വിദ്യാഭ്യാസം നേടിയ കുമാരൻ 14ാമത്തെ വയസ്സിൽ കുറച്ചുകാലം അധ്യാപകനായതുകൊണ്ടാണ് കുമാരനാശാനായത്. അന്നേ കവിതയും മറ്റും എഴുതുമായിരുന്നു. 18 വയസ്സാകുന്നതിന് മുൻപ് രോഗക്കിടക്കയിലായ ആശാനെ കാണാൻ അക്കാലത്ത് ശ്രീനാരായണ ഗുരു ഒരു സഞ്ചാരിയാണ്. ഗുരുദേവൻ 5 തെങ്ങിൽ എത്തി എന്ന വിവരമറിഞ്ഞ് ആശാന്റെ ബന്ധുക്കൾ കൊണ്ടുപോയി വീട്ടിലെത്തിക്കുകയായിരുന്നു. അന്ന് ആശാന് ഗുരുദേവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പോരുന്നോ എന്ന് ചോദിച്ചു. അന്ന് മുതൽ ഗുരുദേവന്റെ ശിഷ്യനാണ് കുമാരനാശാൻ. പണ്ഡിതൻ മാത്രമായിരുന്നില്ല, വലിയ ആത്മീയ തേജസ്സുള്ള ഒരാൾ കൂടിയായിരുന്നു കുമാരനാശാൻ. വാസ്തവത്തിൽ ഗുരുദേവൻ തന്റെ വത്സല ശിഷ്യനായി കണ്ടതും തന്റെ പിൻഗാമിയായി നിയമിക്കാൻ ആഗ്രഹിച്ചതും ഗുരുദേവനെ ആയിരുന്നു. ഗുരുദേവനാണ് ആശാനെ ബാംഗ്ലൂരിൽ എത്തിച്ച് ഡോക്ടർ പൽപുവിനെ ഏൽപ്പിച്ച് വിദ്യാഭ്യാസം കൊടുക്കാൻ കൽപ്പിക്കുന്നത്. ബാംഗ്ലൂരിലും കൽക്കട്ടയിലുമൊക്കെയായി ആശാൻ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു. കൽക്കട്ടയിൽ വെച്ച് രവീന്ദ്രനാഥ് ടാഗോറിൽ ആകർഷണനാവുകയും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പരിചയപ്പെടുകയും ചെയ്യുന്നു. ആ കുമാരനാശാൻ പിന്നീട് മലയാള സാഹിത്യത്തിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുകയാണ്. 18ാമത്തെ വയസ്സിൽ ഗുരുദേവന്റെ ചികിത്സാർത്ഥം പാലക്കാട് കഴിയുമ്പോഴാണ് വീണപൂവെ എന്ന ഖണ്ഡകാവ്യം എഴുതുന്നത്. കൊഴിഞ്ഞു വീണ ഒരു പുഷ്പത്തെ നോക്കി ജീവിതത്തിന്റെ അർത്ഥവും നിരർത്ഥവും എഴുതി കൂട്ടുകയായിരുന്നു കുമാരനാശാൻ. 1907 മിതവാദിയിൽ പ്രസിദ്ധീകരിക്കുകയും പിന്നീട് ഭാഷാഭൂഷണി പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്ത വീണപൂവ് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമായി വിശേഷിപ്പിക്കപ്പെടുന്നു. അന്നുവരെ കവികളൊക്കെ മഹാകാവ്യം എഴുതാനുള്ള ധൃതിയിലായിരുന്നു. മഹാകവി പട്ടം കിട്ടിയതും കുമാരനാശാനായിരുന്നു. കുമാരനാശാൻ സാധാരണ മനുഷ്യന്റെ വേദനകളും ദുരന്തങ്ങളും അതിലേക്ക് ഫിലോസഫിയും ഒക്കെ കലർത്തി മലയാള സാഹിത്യത്തിന് പുതിയ തലം തന്നെ സൃഷ്ടിച്ചു കൊടുത്തു. നളിനിയും ലീലയും ചിന്താവിഷ്ടയായ സീതയും ചണ്ടാല ഭിക്ഷുകയും ദുരവസ്ഥയും ഒക്കെ മലയാള സാഹിത്യത്തിന് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ദുരവസ്ഥയാണോ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പല്ലനയാറ്റിലെ ബോട്ടപകടത്തിൽ കുമാരനാശാന്റെ മരണത്തിന് കാരണമായത് എന്ന് സംശയിക്കുന്നവരും ഏറെയുണ്ട്. വാസവദത്ത എന്ന സുന്ദരിയും സമ്പന്നയും ജീവിത സുഖങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞവളുമായ യുവതിയുടെ
ഉപഗുപ്തൻ എന്ന ബുദ്ധഭിക്ഷുവിനോട് തോന്നിയ പ്രണയവും അതിന്റെ അവസാനവുമാണ് കരുണയുടെ കഥാതന്തു. അങ്ങനെ മലയാളികളെ മാറ്റിമറിച്ച ഈ കവി ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവുമായി. ജാതി വിവേചനത്തിന് ഇരയായി 30-ാമത്തെ വയസ്സിൽ ഗുരുദേവന്റെ ക്ഷണമനുസരിച്ച് തിരിച്ച് അരുവിക്കരയിൽ എത്തി പാർപ്പുറപ്പിച്ച ഗുരുദേവൻ ഡോക്ടർ പൽപുവിന്റെയും ഗുരുദേവന്റെയും നിർദ്ദേശപ്രകാരം SNDP എന്ന മഹാപ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. ഇന്ന് വെള്ളാപ്പള്ളി നടേശനിരുന്ന ആ കസേരയിൽ ആദ്യം ഇരുന്നത് കുമാരനാശാനായിരുന്നു എന്നോർക്കണം. തൂപ്പുകാരനും ഓഫീസ് ക്ലർക്കും മുതൽ സെക്രട്ടറി പണി വരെ അന്ന് ചെയ്തത് കുമാരനാശാനായിരുന്നു. SNDP എന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുക മാത്രമല്ല, ഈഴവ സമുദായം നേരിട്ട എല്ലാ വിവേചനങ്ങൾക്കെതിരെയും യുദ്ധം ചെയ്ത് ആ സമുദായത്തെ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചത് കുമാരനാശാനായിരുന്നു. ഗുരുദേവന് എന്നും ഗുരുസ്ഥാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സംഘടനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും സംഘടനയെ കെട്ടിപ്പടുത്തതുമൊക്കെ കുമാരനാശാനായിരുന്നു. സമുദായത്തിന്റെ തുടക്കകാലത്തും ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ തുടർച്ചയായി 51-ാമത്തെ വയസ്സിൽ പല്ലനയാറ്റിലെ ദുരൂഹമായ ബോട്ടപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇരുന്ന ക്യാബിൻ പുറത്തുനിന്ന് കുറ്റിയിട്ടത് ആര്, എന്തിനു വേണ്ടി എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത കടങ്കഥയായി മാറുന്നു. അന്ന് തിരുവിതാംകൂറിൽ പത്രം ഇറങ്ങുന്നത് ആഴ്ചയിൽ 2-3 ദിവസമാണ്. അന്ന് മനോരമയിൽ അപകടം നടന്നത് വ്യാഴാഴ്ച, ശനിയാഴ്ചയായിരുന്നു മലയാള മനോരമയിൽ വാർത്ത വന്നത്. അതിഭയങ്കരമായ ഒരു ബോട്ടപകടം എന്നായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട്. അപകടം നടന്ന് 2 ദിവസം കഴിഞ്ഞു വന്ന പത്രത്തിന്റെ പ്രധാന വാർത്തയിൽ കുമാരനാശാൻ കൊല്ലപ്പെട്ട വിവരമില്ല, ബോട്ടിൽ യാത്ര ചെയ്തു എന്നേ ഉള്ളൂ. എന്നാൽ മറ്റൊരു വാർത്തയിൽ കുമാരനാശാൻ കൊല്ലപ്പെട്ട വിവരവും അന്നത്തെ മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു. ഗുരുദേവൻ തന്റെ പിൻഗാമിയാക്കാൻ ആഗ്രഹിച്ചത് കുമാരനാശാനെ ആയിരുന്നു. പക്ഷേ 41-ാമത്തെ വയസ്സിൽ കുമാരനാശാന് തിരുവനന്തപുരം കുന്നുകുഴിയിലുള്ള ഭാനുമതിയോട് പ്രണയം തോന്നിയതുകൊണ്ട് സന്യാസത്തിന്റെ വഴിയെ പോയില്ല. ചിന്നസ്വാമി എന്നറിയപ്പെട്ട കുമാരനാശാനെ ആയിരുന്നു പിന്നീട് കുടുംബജീവിതത്തിലേക്ക് മാറുകയായിരുന്നു. 3 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുള്ളപ്പോഴാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം മരണം വരിക്കുന്നത്. കുമാരനാശാൻ 41-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് 14-15 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പറക്കമുറ്റാത്ത ആ കുഞ്ഞുങ്ങളെയാണ് ആ അമ്മ പിന്നീട് വളർത്തിയെടുത്തത്. അവർ നാടുവിട്ട് കേരളത്തിന് പുറത്താണ് പ്രവാസം ഉറപ്പിച്ചത്. കുമാരനാശാന്റെ കൊച്ചുമകൾ ഇന്ന് മനോരമയിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്, പിന്നീട് കഷ്ടപ്പെട്ട് മലയാളം പഠിച്ചതിനെ കുറിച്ച്. എന്തായാലും കുമാരനാശാൻ കേരളം കണ്ട ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരാളായി ഇപ്പോഴും തുടരുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 100-ാം വർഷവും ഇന്നലെയെ പോലെ നമ്മൾ ആചരിക്കുന്നത്.